നബി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിക്കും അതൊരു വിഷമമായി. അങ്ങനെയാണ് അല്ലാഹു തആല പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വിശുദ്ധമായ രാവ് അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നു. അല്ലാഹു തആല അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഇറക്കിയ പത്താണ്. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധമായ റഹ്മത്ത് ലഭിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും അവനൊന്നും വെറും കൈയോടെ വിടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ശംഉൽ ഖാസി റളിയല്ലാഹു അൻഹു. ഭയങ്കര ആരോഗ്യവാന്മാരായിരുന്നു. ഒരു ഒറ്റയടിക്ക് ഒരു 15 പേരെയൊക്കെ നേരിടാൻ, ഒരു കൂട്ടം സൈന്യത്തെ വരെ നേരിടാൻ കഴിവുള്ള മഹാനായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ആദ്യത്തെ 2 ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ 10 നമുക്കെല്ലാവരും അറിയാം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ കാരുണ്യങ്ങൾ വർഷിക്കുന്നതായ റഹ്മത്തിൻ്റെ 10ആണ്. അള്ളാഹു തആല അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി ധാരാളം അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഇറക്കിയ 10ആണ്. അള്ളാഹു തആല അവൻ്റെ പരിശുദ്ധമായ റഹ്മത്ത് ലഭിച്ചവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ 10 മഗ്ഫിറത്തിൻ്റെ 10ആണ്. ഒരു അടിമ അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് മാപ്പ് പറഞ്ഞ് ഖേദിച്ച് തൗബ ചെയ്തു മടങ്ങേണ്ടതായ 10ആയിരുന്നു ഈ രണ്ടാമത്തെ മഗ്ഫിറത്തിൻ്റെ 10. അള്ളാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട്, ഓശാരം കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇപ്പോൾ നമ്മിലേക്ക് ആഗതമായിരിക്കുന്നതായ വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ 3ാമത്തെ 10ആണ്. ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതായ 10ആണ്. ആ നരകമോചനം ലഭിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ കാഠിന്യം എത്രയാണ്! സുബ്ഹാനല്ലാഹ്. നരകത്തെ അള്ളാഹു തആല ആദ്യമായിട്ട് 1000 വർഷം കത്തിക്കുകയുണ്ടായി. അങ്ങനെ നരകത്തെ കത്തിച്ച് 1000 വർഷം കഴിഞ്ഞപ്പോൾ നരകത്തിൻ്റെ നിറം നല്ല ചുവന്ന നിറമായിട്ട് മാറുകയാണ്. അങ്ങനെ പിന്നെയും ഒരു 1000 വർഷം കത്തിക്കുകയാണ് നരകത്തെ. അങ്ങനെ കത്തിച്ച് വരുമ്പോൾ 1000 വർഷം കഴിഞ്ഞതിന് ശേഷം നരകത്തിൻ്റെ നിറം നല്ല വൈറ്റ് കളർ, വെള്ള നിറമായിട്ട് മാറുകയാണ്. പിന്നെയും ഒരു 1000 വർഷം അള്ളാഹു തആല നരകത്തെ കത്തിക്കുകയാണ്. അങ്ങനെ കത്തിച്ച് ലാസ്റ്റ് ഇപ്പോൾ നരകത്തിൻ്റെ നിറം എന്തെന്ന് വെച്ചാൽ നല്ല ഇരുട്ട്, നല്ല കറുത്ത നിറത്തിലാണ് ഇപ്പോൾ നരകം സ്ഥിതി ചെയ്യുന്നത്. ആ നരകത്തിൻ്റെ ഇരുള് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇരുട്ടാണ്, വല്ലാത്തൊരു കാഠിന്യമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ച് നമ്മുടെ ശരീരത്തിൽ വച്ചാൽ നമുക്ക് ആ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. പിന്നെ എങ്ങനെയാണ് 3000 വർഷം അള്ളാഹു തആല കത്തിച്ചതായ ആ നരകം നമുക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അള്ളാഹു തആല നമ്മെ എല്ലാം കാക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു തആല കാക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾ അള്ളാഹു തആല കാക്കുമാറാകട്ടെ. നമ്മളെല്ലാം പലവരും പല ദുർബല നിമിഷങ്ങളിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. അള്ളാഹു തആല അതൊക്കെ പുറത്തു തന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ നരകത്തിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? അള്ളാഹു തആല നമ്മളെല്ലാം കാക്കുമാറാകട്ടെ. അപ്പോൾ ഈ നരകമോചനത്തിന് വേണ്ടി അള്ളാഹു തആലയ്ക്ക് എപ്പോഴും ദുആ ചെയ്യേണ്ടതായ ദിനരാത്രങ്ങളാണ് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അവസാന 10. എന്നു മാത്രമല്ല, റമളാൻ മുഴുവനും ദുആ ചെയ്യേണ്ടതാണ് നരകമോചനം. അള്ളാഹു തആല നരകമോചനം ലഭിക്കപ്പെട്ടവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇപ്പോൾ നമ്മിലേക്ക് ആഗതമായിരിക്കുന്ന വിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നതായ രാവുകളാണ്. ഒറ്റ രാത്രികൾ. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, അങ്ങനെ 5 രാത്രികളാണുള്ളത്. അതോടൊപ്പം തന്നെ മഹാന്മാർ 17-ാം രാവും എണ്ണിയിട്ടുണ്ട്. റമളാനിൻ്റെ ആദ്യത്തെ രാവ് എണ്ണിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കണക്കുകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതലും സാധ്യത പറയുന്നത് 27-ാം രാവിലാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഖദറിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വാക്യം, അതിൽ 9 അക്ഷരങ്ങളാണുള്ളത്. ആ 9 അക്ഷരങ്ങളും 3 പ്രാവശ്യം കൂട്ടുമ്പോൾ 27 എന്ന സംഖ്യയിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ആ 27 രാവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അർത്ഥത്തിൽ മഹാന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ചില മഹാന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അത് 21-ാം രാവ്, കഴിഞ്ഞ രാവാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങളെപ്പോലുള്ള മഹാപണ്ഡിതന്മാർ
റമദാൻ മാസം ഏത് ദിവസമാണോ തുടങ്ങിയത് ആ ദിവസത്തിനനുസരിച്ച് ലൈലത്തുൽ ഖദർ മാറി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റമദാൻ മാസം തുടങ്ങിയിരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഖദർ 29-ാം രാവിലാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ കിതാബുകൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന 10 മുഴുവനായിട്ട്, പ്രത്യേകിച്ച് ഒറ്റ രാവുകൾ കൂടുതലായി ഇബാദത്തുകൾ ചെയ്യേണ്ട മാസമാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായില്ലേ, മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞങ്ങൾ ലൈലത്തുൽ ഖദറാണ് ഇന്ന രാത്രി എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ എന്താണ് നബി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ഏത് ദിക്റാണ് നബിയെ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹാനരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക ആയിഷ റളിയല്ലാഹു അൻഹ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ ധാരാളം വിടുതി ചെയ്യുന്ന ആളാണല്ലോ അല്ലാഹുമ്മ ഇന്നക അഫൂൻ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, നീ അഫുവിനെ, വിടുതി ചെയ്യുന്നതിനെ, പുറത്തു കൊടുക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ വിടുതി ചെയ്യണേ റബ്ബേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ള ആ ദിക്റാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ പ്രതീക്ഷിക്കുന്ന ദിനങ്ങൾ, രാത്രികളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടതായ, കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടതായ ദിക്ർ. ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനുള്ള പ്രത്യേകത എന്താണ്? 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയാണ്. ആ ഒരൊറ്റ രാവ് നമ്മൾ ഹയാത്താക്കിയാൽ, ആ ഒറ്റ രാത്രിയിൽ നമ്മളൊരു നിസ്കാരം നിർവഹിച്ചാൽ അത് 1000 മാസം നിസ്കാരം നിർവഹിച്ച പ്രതിഫലമാണ് കിട്ടുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? നമ്മളെപ്പോഴും ചിന്തിക്കാറ് എന്തൊരു 1000 മാസം ഒരു പ്രത്യേകത, വേറൊരു കണക്കും പറയാതെ ഒരു 1000 മാസത്തിൻ്റെ കണക്ക് പറയാനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബാക്കളോട് ഒരു വലിയൊരു മനുഷ്യൻ്റെ കഥ പറയുകയാണ്. ബഹുമാനപ്പെട്ട ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് പറയുന്നത്. മഹാനവറുടെ പ്രത്യേകത എന്താണ്? മഹാനവറുകൾ 1000 വർഷക്കാലം ജീവിക്കുകയും ഒരുപാട് വർഷങ്ങൾ ജീവിക്കുകയും മഹാനവർ അവരുടെ ജീവിതത്തിൻ്റെ ഹയാത്ത് കാലം മുഴുവൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പൊരുതി യുദ്ധം ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു. തൻ്റെ മുമ്പിലേക്ക് ഇസ്ലാമിൻ്റെ ഏതൊരു ശത്രു പ്രതിരോധിക്കാൻ വന്നാലും ദ്രോഹിക്കാൻ വന്നാലും അവനൊന്നും വെറും കൈയോടെ വിടുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു. ഭയങ്കര ആരോഗ്യവാന്മാരായിരുന്നു. ഒരു ഒറ്റയടിക്ക് ഒരു 15 പേരെയൊക്കെ നേരിടാൻ, ഒരു കൂട്ടം സൈന്യത്തെ വരെ നേരിടാൻ കഴിവുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു. ആ മഹാനായ ആലിമായ പണ്ഡിതനായ ആള്, ആ യോദ്ധാവായ ആള് എന്താണ്? അയാൾ ശത്രുക്കൾക്ക് ഭയങ്കര ശത്രുതയായിരുന്നു. അയാളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ശംഊനുൽ ഗാസി തങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ശത്രുക്കൾ പല രീതിയിലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അതിലൊന്നും അകപ്പെടുന്നില്ല ശംഊനുൽ ഗാസി. ലാസ്റ്റ് ശത്രുക്കൾ ഒരു മീറ്റിംഗ് കൂടുകയാണ്. എങ്ങനെയെങ്കിലും ആ ആളെ ഒന്ന് തകർക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ അവരെന്ത് ചെയ്തൊരു മീറ്റിംഗ് കൂടി വന്നിട്ട് ലാസ്റ്റ് ഒരു തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് നമുക്കൊന്ന് ബന്ധപ്പെട്ട് നോക്കാം, അവളൊരു മുനാഫിക്കായ സ്ത്രീയാണല്ലോ, അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കാം എന്ന നിലക്ക് അവരുടെ ഭാര്യയെ സമീപിക്കുകയാണ്. അങ്ങനെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ശ്രമിക്കാം എന്ന നിലക്ക് ശംഊനുൽ ഗാസി റളിയല്ലാഹു അൻഹു ഉറങ്ങുന്ന സമയം നോക്കിയിരിക്കുകയാണ് ആ സ്ത്രീ. അങ്ങനെ ഉറങ്ങിയ സമയം നോക്കി കണ്ടെത്തിക്കൊണ്ട് മഹാനവർ ഉറങ്ങിക്കെടുക്കുമ്പോൾ വലിയൊരു വടമെടുത്തുകൊണ്ട് മഹാനവറുകളെ ചുറ്റിക്കെട്ടുകയാണ്, കൈകളും കാലുകളും ബന്ധിക്കുകയാണ്. അങ്ങനെ മഹാനായ ശംഊനുൽ ഗാസി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കാണുകയാണ് തൻ്റെ ശരീരം മൊത്തം വടം കൊണ്ട്, കയറുകൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ ഭാര്യയോട് ചോദിക്കുന്നു, ഇതെന്താണിത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവരുടെ തന്ത്രം പ്രയോഗിക്കുകയാണ്. അല്ലയോ ശംഊനെ, നിങ്ങൾ വലിയ ശക്തിമാനാണല്ലോ, ശത്രുക്കളെ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ, അപ്പോൾ നിങ്ങളുടെ ഒരു ആരോഗ്യം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാനൊന്ന് കെട്ടിയതാണെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പെട്ടെന്നൊന്ന് ചുമക്കുകയോ എന്തോ ചെയ്തപ്പോൾ തന്നെ ആ കയറ് പൊട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ കുതന്ത്രം നഷ്ടത്തിലാവുകയാണ്. ഈ വിവരം ശത്രുക്കളോട് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളൊരു ചങ്കല തരാം, ആ ചങ്കല കൊണ്ട് നിങ്ങൾ ബന്ധിച്ചു നോക്കൂ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് നടക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചങ്കല കൊടുക്കുകയാണ്. അങ്ങനെ ചങ്കലയിൽ ബന്ധിക്കുകയാണ്. അങ്ങനെ ചങ്ങലയിൽ ബന്ധിച്ചതിന് ശേഷം പിന്നീട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇതെന്താണ് എന്നെ ചങ്കലയിൽ ബന്ധിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ കയറുകൊണ്ട് ബന്ധിച്ചിട്ട് നിങ്ങളത് പൊട്ടിച്ചു കളഞ്ഞല്ലോ, ഇനി ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ നിങ്ങളത് പൊട്ടിക്കുമോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് കെട്ടിയതാണ് എന്ന് ഭാര്യ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ തന്നെ ആ ചങ്കലയും പൊട്ടിപ്പോവുകയാണ്. എന്നിട്ട് ഭാര്യയല്ലേ എന്നൊരു നിലയ്ക്ക് രഹസ്യമായിട്ട് ഭാര്യയോട് പറയാൻ, പെണ്ണെ, എന്നെ കൊല്ലണമെങ്കിൽ, എന്നെ വധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ബന്ധിക്കണമെങ്കിൽ നിനക്ക് ഇതുകൊണ്ടൊന്നും സാധിക്കില്ല.
എൻ്റെ ശരീരത്തിൽ എൻ്റെ താഴോട്ട് വളരുന്ന ഈ മുടിയുണ്ടല്ലോ, വലിയ മുടിയായിരുന്നു ഷമ്മുൽ ഖാസി തങ്ങൾക്ക്. അപ്പോൾ ആ വലിയ മുടികൾക്ക് വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ടാണ് ശത്രുക്കൾ എന്നെ നേരിടുമ്പോൾ ഞാൻ പ്രതിരോധിക്കുന്നത്. ഒരു പ്രത്യേകമായൊരു കഴിവാണ് എന്ന് പറയുകയും, അങ്ങനെ എൻ്റെ ഈ മുടി കൊണ്ട് നീ എൻ്റെ കൈകാലുകൾ ബന്ധിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എന്നെ ബന്ധിക്കാൻ കഴിയുള്ളൂ എന്ന് ഭാര്യയോട് രഹസ്യമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അതൊരു മുനാഫിക്കായ സ്ത്രീ ആയതുകൊണ്ട് അത് എന്ത് ചെയ്തു, ശത്രുക്കളോട് അത് ഒറ്റിക്കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ മുടി മുറിച്ചെടുക്കുകയും കൈകാലുകൾ ബന്ധിക്കുകയും ചെയ്തു. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ശത്രുക്കൾ തക്കം പാത്തിരുന്നതായ ശത്രുക്കൾ ഓടി വന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ വധിക്കാൻ വേണ്ടി, കശാപ്പ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ മഹാനവറുകൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ജീവിച്ച എൻ്റെ ഹയാത്ത് കാലം മൊത്തം ഞാൻ നിൻ്റെ ദീനിന് വേണ്ടിയാണ്, ശത്രുക്കൾക്കെതിരെ പൊരുതിയ മനുഷ്യനാണ് ഞാൻ. അതൊന്നും വെറുതെ അല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചെയ്തതൊക്കെ നല്ലൊരു സൽക്കർമ്മമാണെങ്കിൽ ഈ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തപ്പോൾ അല്ലാഹു തആല ആ ദുആക്ക് ഇജാബത്ത് കൊടുക്കുകയാണ്. അങ്ങനെ മഹാനവറുകളെ ആ വലിയ കുതന്ത്രത്തിൽ നിന്ന്, ആ വലിയ ബന്ധനത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ മഹാനവറുകൾ പിന്നീട് ഒരു 1000 വർഷം കൂടി ജീവിക്കുകയാണ്. 1000 വർഷം അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെന്ന നല്ല നന്ദി എന്നോണം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് മഹാനവറുകൾ ജീവിക്കുകയുണ്ടായി. ഇത് സഹാബാക്കൾ കേട്ടപ്പോൾ സഹാബാക്കൾക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും വർഷം മഹാനവറുകൾ ഒരുപാട് ഇബാദത്ത് ചെയ്തില്ലേ, സ്വന്തം ദീനിന് വേണ്ടി എന്തൊക്കെ അവർ വിനിയോഗിച്ചു എന്ന് ഓർത്തപ്പോൾ സഹാബാക്കൾക്ക് വലിയ വിഷമമായി. റസൂലുള്ളാഹിനോട് അവലാതി പറയാണ്, നബിയെ, മുത്തു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഏകദേശം 60-70 വയസ്സിൻ്റെ ഇടയിലല്ലേ നബി ഞങ്ങൾക്ക് പ്രായമുള്ളൂ, ഞങ്ങൾക്ക് അത്ര ഇബാദത്തൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നബി, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിക്കും അതൊരു വിഷമമായി. അങ്ങനെയാണ് അല്ലാഹു തആല പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന വിശുദ്ധമായ രാവ് അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു രാത്രിയിൽ 1000 മാസം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ഒരൊറ്റ രാവിൽ കിട്ടുകയാണ്. അങ്ങനെ ഓരോ വർഷം, കുറേ വർഷങ്ങൾ, ഒരു 10 വർഷം ഒരാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുകയാണെങ്കിൽ എത്ര മാസങ്ങളാണ്, എത്ര വർഷങ്ങളാണ് അദ്ദേഹം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം മൊത്തം ലൈലത്തുൽ ഖദ്ർ കിട്ടുകയാണെങ്കിലോ അല്ലാഹു തആല അങ്ങനെയുള്ളവർ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ആ വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു തആല സൂറത്തുൽ ഖദ്ർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ആ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതായ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന സൗഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരാളെയും വിട്ടുപോകാതെ ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീന് വലിയ വിഷമങ്ങളാണ് നടക്കുന്നത്. ഈ റമദാൻ മാസത്തിൽ പോലും പാവങ്ങളെ ഇട്ട് ഇടങ്ങേറാക്കുകയാണ് ഇസ്രായേൽ സൈന്യം, ശത്രുക്കൾ. പടച്ചവനെ അല്ലാഹു തആല ഫലസ്തീൻ മണ്ണിനെ കാക്കുമാറാകട്ടെ. ഫലസ്തീനിലുള്ള ജനങ്ങളെ, മുഅ്മിനീങ്ങൾ അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഒരുപാട് കുട്ടികളുണ്ട്, വെടിയുണ്ടവരെ നെഞ്ചത്ത് കയറിയിട്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. എത്ര വലിയ വിഷമങ്ങൾ വരുന്ന കാഴ്ചകളാണ്. അല്ലാഹു തആല മക്കളെ കാക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല ശുഹദാഇൻ്റെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ലോക മുസ്ലിമീങ്ങളെ അല്ലാഹു തആല കാക്കുമാറാകട്ടെ. ഫലസ്തീൻ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല സമാധാനം കൊടുക്കുമാറാകട്ടെ. പലയിടത്തും പല മുസ്ലിമീങ്ങൾ ഇടങ്ങേറാവുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. അവരൊക്കെ നല്ല അല്ലാഹുവിലുള്ള തവക്കൽ കൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എല്ലാത്തിനും ഞങ്ങൾക്ക് അല്ലാഹ് മതി എന്നുള്ള ഈമാനോടുകൂടെയാണ് അവരൊക്കെ ജീവിക്കുന്നത്. അവരുടെ ഈമാനിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ഈമാൻ ലെവലേശം പോലും എത്തുകയില്ല. അത്ര പവറുള്ള ഈമാനാണ് അവർക്ക്. അല്ലാഹു തആല അവരൊക്കെ ബർക്കത്തുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമദാൻ മാസമാണ്. ഒരുപാട് ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും ദിക്ർ സ്വലാത്തുകൾ കൊണ്ടൊക്കെ ധന്യമാക്കേണ്ട മാസമാണ്. ഒരുപാട് ദുആ ചെയ്യേണ്ട മാസമാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്. കഴിഞ്ഞ റമദാൻ മാസത്തിലൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവരൊക്കെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നരകമോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് റമദാൻ മാസത്തെ നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഒരുപാട് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.